നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും വരവിന് വേണ്ടി ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനുമുള്ളതായ ആഹ്വാനം നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ അവരെ അറിയിക്കുന്നതോടൊപ്പം വിവിധമായ പ്രബോധനങ്ങളും ബുദ്ധി ഉപദേശങ്ങളും ചില പ്രത്യാശ വചനങ്ങളും ദൈവകൃപയിൽ എങ്ങനെ നമ്മളെ സൂക്ഷിക്കണമെന്നും ദൈവകൃപയിൽ നാം എങ്ങനെ മുന്നോട്ട് പോകണമെന്നും ദൈവസഭയിൽ എങ്ങനെ ആയിരിക്കണമെന്നുമൊക്കെ നല്ല അറിവുകൾ പകർന്നു കൊടുത്തിട്ട് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന ഒരു വാചകമാണ് 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിവർത്തിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിങ്കൽ അനന്യമായി വെളിപ്പെടുവണ്ണം നാം കാക്കപ്പെടുമാറാകട്ടെ എന്നുള്ള ആശീർവാദ വചനം, പ്രത്യാശ വചനം പറഞ്ഞിട്ട് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുകയാണ്. പിതാവായ ദൈവത്താൽ നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിളി ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും അതിൻ്റെ നിവർത്തീകരണത്തിനായി വളരെ പ്രത്യാശയോടെ ഓരോ ദിവസവും അനുദിനവും കഴിച്ചു കൂട്ടണം, മുന്നോട്ട് പോകണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവിശ്വസ്തതകൾ നിറഞ്ഞ, അക്രമങ്ങൾ നിറഞ്ഞ, അരാജകത്വം നിറഞ്ഞ, ദൈവസ്നേഹം നഷ്ടപ്പെട്ട, വിശ്വാസ ത്യാഗം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്തിൽ അനേകരും അവിശ്വസ്തരായി തീരുമ്പോൾ അനേക ഭക്തന്മാർ എന്ന് പറഞ്ഞ പലരും അവർ ഭക്തി വിട്ട ഭക്തിയിലേക്കും ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും ലോകങ്ങളിലേക്കും ഇറങ്ങിപ്പോകുമ്പോൾ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നൊരു വാചകമുണ്ട്: അവൻ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നമ്മെ വിളിച്ചിരിക്കുന്നതൊരു സാധാരണ വിളിയല്ല. സ്വർഗസ്ഥനായ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. തൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ആ വിളി നാം ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ പിന്നാലെ നാം അനുഗമിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മെ ലോകത്തിലേക്ക് മാറ്റിമറിക്കുവാൻ, ദൈവിക ചിന്തകളിൽ നിന്നും ദൈവിക വാഗ്ദത്ത അനുഗ്രഹങ്ങളിൽ നിന്നും നമ്മെ മാറ്റിമറിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ലോകശക്തികളുടെ നടുവിൽ അപ്പോസ്തലൻ പറയുകയാണ്: നിങ്ങളെ വിളിച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവം വിശ്വസ്തനാണ്, അവനത് നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അതതിൻ്റേതായ സമയത്ത് സമയം താമസിക്കുകയില്ല, സമയം തെറ്റുകയില്ല, നേരത്തെയുമല്ല. അതിൻ്റെ ഓൺ ടൈമിൽ കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം അവിശ്വസ്തനല്ല, ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിശ്വസ്തനാണ് എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ വിരുദ് തെറ്റിക്കുവാൻ, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ, നമ്മുടെ ദൈവഭക്തി കളയുവാൻ വിവിധമാകുന്ന ശക്തികൾ നമുക്കെതിരെ വരുമ്പോൾ അതിനെ കണ്ട് തിരിച്ചറിഞ്ഞ് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സർവ്വദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ